നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴി എത്തിച്ചേർന്നത് കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയിൽ വളക്കയിൽ നിന്ന് 5.5 കിലോമീറ്റർ തെക്കോട്ട് മാറിയാൽ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്താം. അതുപോലെ കണ്ണൂർ മയ്യിൽ റൂട്ടിൽ മയ്യിൽ ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ വടക്കോട്ട് മാറി കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഒരു ദേശത്തിൻ്റെ മുഴുവൻ സംരക്ഷകനായിക്കൊണ്ടും ഒരു ദേശത്തിൻ്റെ മുഴുവൻ ചൈതന്യവത്തായിക്കൊണ്ട് നിൽക്കുന്ന കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള അപൂർവം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് കൊയ്യം. ഇതൊരു ഗ്രാമക്ഷേത്രം കൂടിയാണ്. അനവധി ഊരാള ബ്രാഹ്മണ ഇല്ല പരമ്പരകളുടെ ഒരു ക്ഷേത്രമായിരുന്നു ഈ കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൻ്റെ മുഖം ഒരു കാലഘട്ടത്തിൽ കിഴക്കോട്ടായിരുന്നുവെന്ന് പൂർവികർ പറയുന്നു. അതിനുശേഷം ഭക്തന്മാരുടെ സംരക്ഷണാർത്ഥം ഭക്തൻ എനിക്കെൻ്റെ ഭക്തനെ നേരിട്ട് കാണണം എന്നു പറഞ്ഞ് ഭഗവാൻ പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞിരുന്നുവെന്ന് ഐതിഹ്യങ്ങളിലും ഇവിടുത്തെ പഴമക്കാരും നമുക്ക് പറഞ്ഞു തരുന്നു. നാരായണ നാമം ഓതാത്ത നാവ് നാവോന്നാണ്. എത്ര കണ്ട് നാരായണ നാമം ജീവിതത്തിൽ ഉച്ചരിക്കാൻ പറ്റുമോ അത്ര കണ്ട് നാരായണ നാമം ഉച്ചരിക്കണത്രേ. കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് നാരായണ നാമം ചൊല്ലി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് വെള്ളനിവേദ്യവും പാൽപ്പായസവുമാണത്രേ. അങ്ങനെ വെള്ളനിവേദ്യവും പാൽപ്പായസവും കഴിച്ച് കാര്യസാധ്യം നേടുന്ന ഭക്തരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം 600 വർഷം മുന്നേ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതിനു മുന്നേ വളരെ ശോചനീയമായ ഒരു ക്ഷേത്രമായിരുന്നു. പല നവീകരണങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ക്ഷേത്രം ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ക്ഷേത്രം പടിഞ്ഞാറ് മുഖമും വട്ട ശ്രീകോവിലും പടിഞ്ഞാറ് മുഖമുമുള്ള ഒരു ശ്രീകോവിൽ ആണ് ഇവിടെ പണിതിരിക്കുന്നത്. വളരെ പ്രാധാന്യം, ചുരുക്കം ചില ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ളത്. വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രം വയക്കോട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 വർഷം മുമ്പൊക്കെ ഈ കുഗ്രാമത്തിൽ റോഡില്ല, വൈദ്യുതിയില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഈ പ്രദേശത്തുകാരായ ആളുകൾ മാത്രം ദർശനം നടത്തി വരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റിമാർ എന്ന് പറയുന്ന കോതാവൂരിലത്ത് നമ്പൂതിരിപ്പാടും ചെപ്പന്നൂരിലത്ത് നമ്പൂതിരിപ്പാടും ഇവർ രണ്ടുപേരുടെ പാരമ്പര്യ ട്രസ്റ്റി സാന്നിധ്യത്തിലാണ് ഇവിടെ ദൈനംദിന കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൽ പ്രധാനമായി വർഷത്തിൽ ഒരു തവണ ഉത്സവത്തിന് പകരം ഒരു നിവേദ്യം വെച്ച് ആ കാര്യങ്ങൾ നടത്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ക്ഷേത്രത്തിൻ്റെ
ജീർണാവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞാൽ ചുറ്റുമതിലില്ല. കേവലം ഭട്ടശ്രീകോവിലിൻ്റെ അതും നമസ്കാര മണ്ഡപം പോലും ജീർണിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമസ്കാര മണ്ഡപം അന്നത്തെ ട്രസ്റ്റിയിൽ ഒരാൾ അത് പുതുക്കിപ്പണിത് തയ്യാറാക്കി കൊടുക്കുകയാണുള്ളത്. ഉത്സവം നടത്തുന്ന സമയത്ത് ബഹുജനങ്ങളിൽ നിന്ന് കഴിയാവുന്ന സംഭാവനകൾ ഇന്നുള്ള നിലയിലല്ല, ഇന്ന് ഏകദേശം 115 ഹിന്ദു വീടുകൾ ഈ പ്രദേശത്ത് മാത്രമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ കേവലം 50ഓ 60ഓ വീടുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണ പദത്തിലൂടെ നമുക്ക് പ്രദക്ഷിണം വെച്ച് മുൻപോട്ട് പോകാം. വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കൊയ്യം. കൊയ്യം എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ അധ്യക്ഷ സ്ഥാനത്താണ് ഈ മഹാവിഷ്ണു ഭഗവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നാണ്. ഈ ഗ്രാമത്തെ മുഴുവൻ പരിരക്ഷിച്ചുകൊണ്ട് ഭഗവാൻ പടിഞ്ഞാറോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത, തളിപ്പറമ്പ് ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ അധിപന്മാരിലൊരാളായ കുറുമാത്തൂരില്ലം, ആ കുറുമാത്തൂർ ഇല്ലത്തെ പാരമ്പര്യവും ഇവിടുത്തെ ഊരാള പരമ്പരയുമായി ഉണ്ട് എന്നും ആ പരമ്പരകളാണ് ഇന്നും ഊരാള പാരമ്പര്യം അനുഷ്ഠിച്ചു വരുന്നതെന്നും ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം എത്രയെന്ന് ഇന്നും നിശ്ചയമില്ലെന്നും, എന്നാൽ ഇവിടുത്തെ വാസ്തുവും ക്ഷേത്ര നിർമ്മിതിയൊക്കെ വെച്ച് നോക്കുമ്പം ഏകദേശം 600 വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. കൊയ്യത്തമ്പലത്തിൽ ഈ വിഷ്ണു ക്ഷേത്രം ഒരു 600 കൊല്ലത്തിൻ്റെ മുമ്പേ വന്നു എന്നാണ് നമുക്ക് പൂർവികന്മാർ നമുക്ക് കേട്ട വരെയുള്ളൂ. അന്നേരം കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ മുഖം എന്നാണെന്ന് ആദ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് പിന്നെ ഈ ഇവരെ അമ്പലത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഈ ഭാഗത്താണ്. അന്നേരം അത് കാണണം, അതിൽ പണിയെടുക്കുന്ന കൂട്ടർ കാണണം. ഇതെല്ലാം നോക്കി രക്ഷിക്കാനുള്ള ഒരു ഇത് വേണ്ടി ദേവൻ സ്വയം പടിഞ്ഞാറോട്ട് ഇരുന്നു എന്നാണ്. അവരിവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർ ഇവിടുന്ന് പോയി. അവർക്ക് പോയ ദിക്കിൽ അവർക്ക് സ്വസ്ഥതയില്ല. ഈ അമ്പലത്തിലെ നിലം കൃഷിപ്പണി എടുക്കുന്ന കൂട്ടർക്ക് പുറത്ത് പോയത് അവർക്ക് ഇതില്ലാത്തതുകൊണ്ട് അവർ രണ്ടാമത് ആദ്യം തന്നെ വരേണ്ടി വന്നു. വന്നതിന് ശേഷം അവർക്ക് കൊടുത്ത സ്ഥലമാണ് അവർ താമസിക്കുന്ന പറമ്പുണ്ട് ഇവിടെ. അതിന് ചാളപ്പറമ്പ് എന്നാണ് അന്നേ പേര്. അതവർക്ക് കൊടുത്താ താമസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ 36 ഇല്ലങ്ങളുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം പണ്ട്, ഇപ്പല്ല. എന്നാൽ മാത്രമേ ഒരു വിഷ്ണു ക്ഷേത്രം, അതും വട്ടശ്രീകോവിലെ വിഷ്ണു ക്ഷേത്രം നമുക്ക് ആവുള്ളൂ എന്നാണ്. കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് പുറത്തു ഭാഗത്തായി 3ഓളം ഉപക്ഷേത്രങ്ങളുണ്ടത്രേ. തെക്കുഭാഗത്ത് ഒരു ഭഗവതി ക്ഷേത്രം, അതുപോലെ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് ഒരു ഭഗവതി ക്ഷേത്രം, പടിഞ്ഞാറ് ഭാഗത്തായി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇങ്ങനെ 3 ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ അതിർത്തികളിൽ 3 ഉപക്ഷേത്രങ്ങളുള്ള അപൂർവം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഒരു 3 ഉപദേവന്മാരോട് കൂടിയ ഒരു ക്ഷേത്രമാണിത്. 3 ഉപദേവന്മാരെന്ന് പറയുന്നത് നാടിൻ്റെ 3 ഭാഗത്തായിട്ടാണ്. ഇവിടുന്ന് ഒരു ഏകദേശം 1 കിലോമീറ്റർ പടിഞ്ഞാട്ട് വയക്കോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതുപോലെ ഇവിടുന്ന് ഒരു 750 മീറ്റർ ദൂരെ കിഴക്ക് ഭാഗത്ത് ഒരു ഭഗവതി ക്ഷേത്രം, ഇവിടുന്ന് ഒരു 500 മീറ്റർ ദൂരെ മേലെ ചേലോന്നിൽ ഭഗവതി എന്ന് പറയുന്ന ഒരു
പിന്നെ വനദുർഗ, ഇത് മൂന്നുമാണ് ഇവിടുത്തെ സങ്കല്പം. ഇത് ഈ 3 ക്ഷേത്രങ്ങളിലും, അതായത് നിത്യപൂജ 2 ഉപക്ഷേത്രങ്ങളിൽ വേണം. അതിവിടെ പിന്നെ പൂജ ചെയ്യുന്ന ആൾ പിന്നെ വടക്കോട്ടേക്കും അതേപോലെ കിഴക്കും പോയി പൂജ ചെയ്ത് വരുന്നുണ്ട്. വർഷത്തിൽ ഒരു തവണ, അതായത് വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം മാത്രമാണ് ചേലോന്നിൽ പൂജ നടക്കുന്നത്. ഇവിടുത്തെ പൂജാ സമയം മുൻകാലത്ത് അതായത് ഞങ്ങളെയൊക്കെ കുടുംബത്തിൽ നിന്ന് പൂജ ചെയ്തിരുന്ന കാലത്ത് രാവിലെ 5:30 മണി മുതൽ 8 മണി വരെയും ഒരു നേരം നട തുറക്കുന്ന രീതിയാണ് പണ്ടുകാലം മുതലേ ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രത്യേകത, വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 200ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്ര പരിസരത്ത് യാഗം നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മഹായാഗങ്ങൾ നടക്കുന്നത് അപൂർവം സങ്കേതങ്ങളിലാണ്. അങ്ങനെ യാഗത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെയും ഈ ഗ്രാമത്തിൻ്റെയും അതിർത്തികളിലൊക്കെ ഉണ്ട് എന്ന് പഴമക്കാർ ഇപ്പോഴും നമുക്ക് ഈ പ്രദക്ഷിണ വഴി എടുക്കാൻ വന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഉള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രം, വിശേഷിച്ച് പടിഞ്ഞാറോട്ട് ദർശനമായ മഹാവിഷ്ണു ക്ഷേത്രം, മീനമാസത്തിൽ പ്രതിഷ്ഠാദിനം ആചരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മഹാവിഷ്ണു ക്ഷേത്രം. കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രം വളരെയേറെ പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമാണെന്ന് പ്രദക്ഷിണ വഴിയിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞു. എൻ്റെ പുറകിൽ കാണാം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ, വട്ടശ്രീകോവിൽ. വളരെ 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 അപൂർവമാണ് വട്ടശ്രീകോവിൽ. നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ കിഴക്കോട്ട് തിരിഞ്ഞായിരുന്നു അത്ര ഇരുന്നത്. പിന്നീട് തൻ്റെ ഭക്തനെ സംരക്ഷിക്കാൻ വേണ്ടി, ഭക്തനെ കാണാൻ ഭഗവാൻ ആഗ്രഹമാണ്. ഇത് ഗുരുവായൂർ പോലുള്ള ദിക്കിൽ നമുക്കറിയാം. വളരെ ഭക്തയായ മഞ്ജുള ഭഗവാന് മാല ചാർത്താൻ പോയപ്പോൾ നടയടച്ചപ്പോൾ പൂന്താനം പറഞ്ഞു കൊടുത്തു അത്രേ, കിഴക്കേ ആലിൻ്റെ ചുവട്ടിൽ ചാർത്തിച്ചോളൂ എന്ന്. അതാണൊരു ഗായകൻ ചൊല്ലിയത്, കണ്ടു കിഴക്കേ നടയ്ക്കൽ മഞ്ജുള ആലിനു ചാർത്തിച്ച മാല എന്ന്. ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഈ കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഭക്തനെ കാണാൻ വേണ്ടി ഭഗവാൻ സ്വയം തിരിഞ്ഞിരുന്നു എന്നും അങ്ങനെയാണ് പടിഞ്ഞാറോട്ടേക്ക് ദർശനമായത് എന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലും അതുപോലെ ഇവിടുത്തെ ക്ഷേത്ര ഊരാളന്മാരും നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അപൂർവം വട്ടശ്രീകോവിൽ, ആ വട്ടശ്രീകോവിൽ പടിഞ്ഞാറോട്ടേക്ക് ദർശനമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രം സ്വന്തം ഭക്തനെ സംരക്ഷിക്കുക മാത്രമല്ല ഭക്തനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഭഗവാൻ ഇരിക്കുന്ന ക്ഷേത്രം കൂടിയാണ് കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രം. പഴയ കാലഘട്ടത്തിൽ ഏകദേശം 36ഓളം ഇല്ലങ്ങൾ ഈ പരിസരത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഇന്ന് 2 ഇല്ലക്കാരിലേക്ക് അത് ഒതുങ്ങിയെങ്കിലും പഴയ കാലഘട്ടത്തിൽ 6 വർഷം കൂടുമ്പം ഓത്തൂട്ട് നടക്കുന്ന, ഈ സമീപ കാലഘട്ടം വരെയും ഓത്തൂട്ട് നടക്കുക വളരെ അപൂർവമാണ്. വേദം ചൊല്ലൽ കൂടിയാണ് ഈ വേദം ചൊല്ലുക എന്നാണ്. അത്തരം വേദം കേൾപ്പിക്കുക, ഭഗവാനെ ദേവനെ വേദം കേൾപ്പിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണത്രേ ശ്രീ കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രം.
അപ്പോൾ അപൂർവമാണ് വട്ടശ്രീകോവിലെന്ന് പറഞ്ഞു. ഈ ക്ഷേത്രത്തിന് 2 ഊരാള പരമ്പരകളാണത്രേ പൂർവ്വകാലഘട്ടത്തിൽ. ഒന്ന് ചെപ്പനൂരും ഒന്ന് കോതാവൂരും. ഈ 2 ഇല്ല പരമ്പരകൾ ഇന്നും ഇതിൻ്റെ ഊരാള സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഒപ്പം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലും ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ 2 ഊരാള പരമ്പരകളാണ് ഈ ക്ഷേത്രത്തിനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാനം ആചാര്യനാണ്. ക്ഷേത്രത്തിൻ്റെ ആചാര്യ പാരമ്പര്യമെന്ന് പറയുന്നത് ഇടവലത്ത് സമ്പ്രദായമാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ 4 പ്രധാന തന്ത്രിമാരിലൊന്നാണ് ഇടവലത്ത് സമ്പ്രദായം. ആ ഇടവലത്ത് സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിലെയും ആചാര്യ പാരമ്പര്യം. അങ്ങനെ നമ്മൾ തൊഴുത് പ്രദക്ഷിണമായി വരുമ്പോൾ നേരത്തെ പറഞ്ഞ വട്ടശ്രീകോവിൽ, ആ വട്ടശ്രീകോവിലോടുകൂടി ചേർന്നിട്ട് തന്നെ ഗണപതി ഭഗവാനെ കാണാം. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ എല്ലാ വിഘ്നങ്ങളും തീരാൻ ആ ഗണപതി ഭഗവാനെ തൊഴുത് മഹാവിഷ്ണുവിൻ്റെ പ്രദക്ഷിണ പദം പൂർത്തിയാക്കാം. കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നേരത്തെ പറഞ്ഞതുപോലെ വട്ട ശ്രീകോവിലാണെന്നും അതും ഇടനാഴിയോട് കൂടിയ ശ്രീകോവിലാണ്. ഇതിനകത്ത് സോപാനം കയറി ആ സോപാനത്തിൽ നിന്ന് ഇടനാഴി കഴിഞ്ഞിട്ടാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. മറ്റൊന്ന് മീനമാസം 7-ാം തീയതി പ്രതിഷ്ഠാദിനത്തോടു കൂടി തിടമ്പ് നൃത്തം ഉത്സവ നടക്കുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇവിടുത്തെ വഴിപാട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സാധാരണ വെള്ള നിവേദ്യവും പാൽപ്പായസവുമാണ് ഇവിടെ സാധാരണ കഴിച്ചു വരുന്ന വഴിപാട്. മാത്രമല്ല ഇവിടെ ഇത് കഴകം നമ്പീശ വിഭാഗത്തിൽപ്പെട്ടവരും പിന്നെ അടിച്ചുതളി മാരാർ വിഭാഗത്തിൽപ്പെട്ട ഇവർക്കൊക്കെ തന്നെ ഇവിടെ പ്രത്യേകമായി ദേവസ്വത്തിന് തന്നെ സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം പറഞ്ഞു കേട്ടിടത്തോളം 800 ഏക്കറോളം സ്വന്തമായ ഭൂമിയുള്ള ക്ഷേത്രമായിരുന്നു അത്ര ഇത്. കൊയ്യം, പാറക്കാടി, പെരുന്തലേരി, തവറൂല്, അതേപോലെ തന്നെ നെടുവാലൂർ, ഇത്രയും സ്ഥലത്ത് ഇതിൻ്റെ ഭൂമി ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ആദ്യമായി നൃത്തം തുടങ്ങിയത് 75 കാലഘട്ടത്തിലാണ്. തിരുനൃത്തം ആരംഭിക്കുന്നത് അതുവരെ തന്നെ നിത്യം പൂജ മാത്രമേ ഉള്ളൂ. ഇവിടെ മീനം 7-ാം തീയതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം. അതിൻ്റെ ആ ദിവസമാണ് ഇവിടെ ഉത്സവ പരിപാടികൾ നടക്കുന്നത്.
മറ്റൊന്ന് ദേശത്ത് എല്ലാ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങളും വരുന്ന സമയത്തും ഈ ദേശനാഥനായ മഹാവിഷ്ണു ഭഗവാനെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ 2 ഊരാള ഇല്ലങ്ങളാണ്. ആ ഇല്ലത്ത് എന്ത് മംഗളകർമ്മം നടക്കുമ്പോഴും ഒരു പുറന്നാൾ നടക്കുമ്പോഴും ഈ മഹാവിഷ്ണു ഭഗവാന് ഒരു വഴിപാട് നടത്തിക്കൊണ്ടാണത്രേ ഇല്ലങ്ങളിൽ പോലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സന്തോഷങ്ങളും നടക്കുന്നത് എന്ന് പറയുമ്പം ഒരു വലിയ പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. മറ്റൊന്ന് പ്രേക്ഷകർ കാണുന്ന ഈ കരിങ്കല്ല് കാണുമ്പോൾ നിസ്സാരമാണെങ്കിലും ഇത് മുഴുവൻ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയും ഇവിടുത്തെ ഭക്തന്മാരും വിശ്വാസികളും ഒക്കെ ചേർന്ന് അവരവരുടെ കഴിവിനനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ച് അനുഷ്ഠിച്ചതാണെന്ന് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പുറമേ ഒരു പണി എടുക്കാൻ ആളെ ആക്കാതെ നാട്ടുകൂട്ടായ്മ എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാവരും കൂടി കൂട്ടായി ചേർന്നുകൊണ്ടാണ് ഈ കരിങ്കല്ല് പോലും ഈ ക്ഷേത്രത്തിനകത്ത് പടുതിയത് എന്ന് ഇവിടെ ഉള്ളവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 3 വിശേഷ അനുഷ്ഠാനങ്ങളാണ്. ഒന്ന് മീനമാസത്തിൽ 7-ാം തീയതി പ്രതിഷ്ഠാദിനവും മഹാവിഷ്ണു ഭഗവാന്റെ ബിംബം പുറത്തേക്ക് എഴുന്നള്ളിച്ച് തിടമ്പ് നൃത്തം നടക്കുന്ന അനുഷ്ഠാനം. മറ്റൊന്ന് ചിങ്ങമാസത്തിലെ തിരുവോണം, അതുപോലെ തന്നെ വിഷു. ഈ 3 അനുഷ്ഠാനങ്ങൾ വളരെ ഭംഗിയായി ഊരാളന്മാരും അതുപോലെ തന്നെ ദേശജനങ്ങളും കമ്മിറ്റിയും ഒക്കെ ചേർന്ന് ഭംഗിയായി നടക്കുന്നു. മറ്റൊന്ന് നേരത്തെ ഇവിടുത്തെ മാതൃസമിതി പറഞ്ഞതുപോലെ എല്ലാ വ്യാഴാഴ്ച ദിവസവും കൂട്ട നാമജപം, വിഷ്ണു സഹസ്രനാമ പാരായണം പോലുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്ത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. അപൂർവതയിലുള്ള വട്ടശ്രീകോവിൽ, ആ വട്ടശ്രീകോവിലിന് ചെമ്പ് അടിച്ച് നമുക്ക് കാണാം. അതിന് തന്നെ ഒരു പഴക്കമുണ്ട്. അപ്പോൾ അത്രയും പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നും എന്നാൽ 200 വർഷം മുൻപ് യാഗം നടത്തിയ ഒരു വിശേഷപ്പെട്ട ഒരു യാഗഭൂമി കൂടിയാണ് കൊയ്യം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരമെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അഷ്ടബന്ധ കലശം, ഈ വർഷം ജൂൺ 1-ാം തീയതി മുതൽ ജൂൺ 6-ാം തീയതി വരെ നടക്കുന്ന അഷ്ടബന്ധ കലശം ഈ ദേശത്തിന് തന്നെ ഒരു അഭിവൃദ്ധി ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ അഷ്ടബന്ധ കലശം. കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം ജൂൺ 1 മുതൽ ജൂൺ 6 വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ ഇല്ലത്ത് കുബേരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടബന്ധ കലശം നടക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ചെയർമാൻ, ട്രഷറർ, കൺവീനർ എന്നിവരെ നിയോഗിച്ചുകൊണ്ട് ഈ അഷ്ടബന്ധ കലശത്തിനുള്ള പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 1 മുതൽ 6 വരെ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം നടക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ചടങ്ങ് ഞങ്ങളെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഇങ്ങനൊരു ചടങ്ങിനെ പറ്റി ആർക്കും അറിയില്ല. ആദ്യമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് എന്താണെന്ന് അറിയാനും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടാവും എന്നതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. കാരണം ഏകദേശം നമ്മളിത് തീരുമാനിച്ച ഉടനെ തന്നെ ഒരു 6 മാസക്ക് മുമ്പേ തീരുമാനിച്ച ഉടനെ തന്നെ എല്ലാ വീടുകളിലും ഞങ്ങൾ ഇതിൻ്റെ ഒരു നോട്ടീസ് കൊടുത്ത് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബോധിപ്പിച്ച് അതിനുശേഷം നല്ലൊരു കമ്മിറ്റി എടുത്തു. അതിനുശേഷം ഞങ്ങളൊരു നോട്ടീസ് അടിച്ചിറക്കി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം ഇതൊരു ബഡ്ജറ്റ് ഇട്ടുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.
അപ്പോൾ അതിനുവേണ്ടി നോട്ടീസ് ഒരു പ്രാവശ്യം അടിച്ച നോട്ടീസ് 500 നോട്ടീസ് അടിച്ചെങ്കിൽ അത് തീർന്നു പോയ ശേഷം നമ്മൾ വീണ്ടും ഒരു ബുക്ക്ലെറ്റ് അടിച്ചിറക്കി. ഏകദേശം ഒരു 1000-1500 ബുക്ക്ലെറ്റ് അടിച്ചിറക്കി. അപ്പോൾ ആ ബുക്ക്ലെറ്റ് ഞങ്ങൾ ഇപ്പോൾ തീർന്നു. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും നോട്ടീസ് അടിച്ചിരിക്കുക. ഏകദേശം നമ്മൾ പറഞ്ഞു വരുന്നത് ഏകദേശം 2000 വീടുകളിൽ ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിനെ പറ്റി അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ 2000 വീടുകളിലൊക്കെ ഇത് അറിയാനും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ചടങ്ങിന് വേണ്ടി പൂർണ്ണ പിന്തുണ നമ്മുടെ ഈ പ്രദേശത്തുകാരുടെ ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ ഒരു ചടങ്ങ് പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കും. ഓരോ ദിവസവും ഞങ്ങൾ വ്യത്യസ്തങ്ങളായ പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം സാക്ഷ്യാവൃത്താണെങ്കിൽ, ഒരു ദിവസം നൃത്തനൃത്യങ്ങൾ, അതുപോലെ ആധ്യാത്മിക പ്രഭാഷണം, അങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഓരോ ദിവസവും 1 മുതൽ 6 വരെ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അവസാന ദിവസം നമ്മളൊരു ദിവസവും പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ ഒരു ദിവസം പ്രഭാത സദ്യയും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിന് മറ്റ് മതത്തിൽപ്പെട്ടവർ പോലും നമ്മളെ ഈ പരിപാടിയായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. വിവിധ മതത്തിലുള്ളവർ പോലും നമുക്ക് മറ്റ് സാധനങ്ങളായിട്ട് തേങ്ങ, അതുപോലെ പഞ്ചസാര, അങ്ങനെയുള്ള പല സാധനങ്ങൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. അതന്നെ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ ഇവിടെയല്ലേ ഭഗവാന്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഏത് തരത്തിലുള്ളതായാലും നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഒരു പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന ഈ അഷ്ടബന്ധ കലശം പരിപാടി മുഴുവൻ ആളുകളുടെയും സഹായസഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ കമ്മിറ്റി രൂപീകൃതമായിട്ട് ഇപ്പം 6 മാസത്തോളമായി. അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മാതൃസമിതി എന്നൊരു നല്ല കൂട്ടായ്മയാണ്. മാസത്തിലോ ഇതെല്ലാമായിട്ട് നല്ല വൃത്തിയാക്കുക. എല്ലാ കാര്യത്തിനും നല്ല ശക്തമായ ഒരു മാതൃസമിതി തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം അമ്പലം പരിസരം വൃത്തിയാക്കാനും എല്ലാ കാര്യത്തിനും മാതൃസമിതി വിളിച്ചാൽ വരും. എല്ലാവരും സഹകരണമുള്ളതാണ്. പിന്നെ എല്ലാ ഇതിനും മാസത്തിൽ എല്ലാ ആഴ്ചയും എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ജപമുണ്ട്. ഇവിടെ കൂട്ടപ്രാർത്ഥനയുണ്ട്. മാതൃസമിതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പിരിവിനായിട്ട് സംഭാവന കൂപ്പണായിട്ട് എല്ലാവരുടെയും സമീപിക്കുകയും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാധനങ്ങളായാലും അമ്പലത്തിലേക്ക് വേണ്ടുന്ന എല്ലാ ഇതും സഹകരണവും നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും എല്ലാ പോകുന്ന വഴിക്കൊന്നും കിട്ടുന്നുണ്ട്. കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പടിഞ്ഞാറോട്ട് മുഖമുള്ള അപൂർവ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്ന്. വട്ടശ്രീകോവിലുള്ള മഹാവിഷ്ണു ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് 200 വർഷങ്ങൾക്ക് മുമ്പ് യാഗം കഴിഞ്ഞ് പുണ്യമായ സങ്കേതം. മേടമാസത്തിലെ വിഷുവിനും ചിങ്ങമാസത്തിലെ തിരുവോണത്തിനും മീനമാസം 7-ാം തീയതി വളരെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം. കാര്യസാധ്യത്തിന് വേണ്ടി വെള്ളനിവേദ്യവും പാൽപ്പായസ നിവേദ്യവും നെയ്വിളക്കും കഴിച്ച് കാര്യസാധ്യം നേടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് നമുക്ക് ഇവിടുത്തെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇത്തരം അനുഷ്ഠാനങ്ങളാണ് നമുക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. നമ്മുടെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലൂടെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.